ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് റമദാൻ ക്ലീനിങ്ങും അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ കുറേ ആയി നമ്മൾ വീട്ടിലെ വിശേഷങ്ങളും എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ കുറച്ച് നമ്മൾ കിച്ചണും അതേപോലെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ ഇന്ന് ക്ലീൻ ചെയ്യാൻ പോകണം. അത് പെയിൻ്റ് അടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ പെയിൻറ്റിങ് എന്ന് വെച്ചാൽ ഞങ്ങൾ തന്നെയാണ് പെയിൻ്റ് അടിക്കുന്നത്, ഞാനും ഉമ്മയും കൂടിയിട്ട്. അപ്പോൾ ഉമ്മ കൂടിത്തരാമെന്ന് പറഞ്ഞിട്ടോ. വലിയ എന്താ പറയുക, പെയിൻറ്റിങ്ങാരെ വിളിച്ച് ചെയ്യേണ്ട വർക്കൊന്നുമില്ല. അത് ഇൻഷാ അല്ലാഹ് മൊത്തത്തിൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നോമ്പൊക്കെ അല്ലേ, നോമ്പിനേക്കൊരു വൃത്തിയും കാര്യമൊക്കെ വേണ്ടേ. അപ്പോൾ കാണുന്ന കുറച്ചൊരു ഭാഗത്ത് മാത്രം പെയിൻ്റ് ഇടുകയാണ് അല്ലേ. അപ്പോൾ ആ ഒരു വിശേഷങ്ങൾ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഞാൻ ഇട്ട ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ പെയിൻ്റ് ആയ പണി കിട്ടും. അപ്പോൾ അതൊന്ന് ആദ്യം മാറ്റിയിട്ട് വരാം. അപ്പോൾ പെട്ടെന്ന് തന്നെ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഉമ്മാൻ്റെ ഒരു പഴയ മേക്സിൻ്റെനും അതെടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പെയിൻറ്റ് മിക്കവാറും മടി പിടിച്ച് മൂലയിലാക്കും. അത് കട്ടെത്തിയോ? എത്ര വെള്ളയിൽ പാരണ്ടി? 200 ലിറ്റർ. അല്ലല്ല, 4 ഒരു ബോട്ടിൽ 4 ലിറ്ററാ ഇത്. അതിലേക്ക് 1 ലിറ്റർ വെള്ളമല്ലേ വരണേ? പൊട്ടത്തികള് രണ്ടെണ്ണം ജീവിതത്തിൽ ഏതായാലും 4 ലിറ്ററിന് 1 ലിറ്റർ എന്നോട് പറഞ്ഞു. ഇനി ഓനെ വിളിച്ചു നോക്കി വേണമെങ്കിൽ. അത് മതി. പിന്നെ അവസാനം പെയിന്റ് അടിക്കാൻ കഴിയൂല കേട്ടോ. അത് കടലിൽ കായ് കളിക്കാൻ മതി. ഏതെങ്കിലും ഒരു കോലും കൊള്ളി പോലെ. ഞാനിത് അപ്പിയാണ് നാട്ടകം. ഞാൻ അയിമേൽ എന്ത് ചെയ്താള്? അല്ല അല്ല നൈല കെട്ട ഓരേശം കൊണ്ട് അപ്പിക്കണം. 4 കിലോ അപ്പോൾ ഗേസ് ഇതൊക്കെ എടുത്ത് ഒഴിവാക്കണം. അപ്പോൾ സോഫ എടുത്ത് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടിക്കേണ്ടി. ആക്കട്ടെ ഉദ്ഘാടനം ആട്ടങ്ങ് മുക്കൂടി. ആ അങ്ങനെ തന്നെ. എന്നിട്ട് അവിടെ കയ്യിൽ കുറച്ചൊന്ന് പെയിന്റിങ് ആയത് കാണാൻ നല്ല രസം ഉണ്ടാവും. എന്തൊക്കെ ഉണ്ടാക്കണ്. പണി കിട്ടി ഗൈസ്. ഈ ലൈറ്റ് പൊട്ടി, മൊത്തം പൊട്ടി വീണു. നന്നാക്കാൻ പോവാ. അടിച്ചു വരട്ടെ. അപ്പോൾ ഞാൻ ക്ഷീണിച്ച് കണ്ടിട്ട് ഉമ്മ ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് അടിച്ച് കൊണ്ടുവന്നാട്ടോ. അപ്പം ഞാനും ഉമ്മയൊക്കെ അങ്ങനെ കുടിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ലൈറ്റ് പൊട്ടീനല്ലോ, അത് ഞാനിങ്ങനെ വാളിൽ ഇങ്ങനെ റോൾ ചെയ്തതിൽ കമ്പില്ലേ അത് കൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് അത് ഒറ്റ പൊട്ടില്ല. ആകെ ടെൻഷനായിപ്പോയി. എവിടുന്ന ഈ സൗണ്ട് വരുന്നതെന്നുള്ള കൺഫ്യൂഷനല്ലോ. പിന്നെ ബേക്കോട്ട് നോക്കുമ്പോഴാണ് ലൈറ്റ് പൊട്ടിക്കിടക്കുന്നത് കണ്ട്. പിന്നെ ഒക്കെ മൊത്തം ഗ്ലാസും അടിച്ചു വാരി ക്ലീൻ ചെയ്ത്. കാരണം നമ്മളെ കാലിന് വേണ്ടിയിട്ട് എനിക്ക് കിട്ടുക. ഒരു കുത്ത് എനിക്ക് കിട്ടിട്ടോ, ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ട്.
അപ്പോൾ അതാ ഡൈനിങ് ഹാൾ ഏകദേശം കഴിഞ്ഞ് ഇനി കിച്ചണിൽ കയറാനായി. നേരം 12 മണിയായിട്ടോ. പിന്നെ അടുത്ത് നോക്കണോ എന്തേലും കാണാൻ നോക്കട്ടെ. രവിക്കുഞ്ഞല്ലേ പിന്നെ അങ്ങോട്ട് എരിമക്കൾ. അപ്പോൾ ഗേസ് ഏകദേശം പെയിൻറ്റിങ് അടി കഴിഞ്ഞ് ഇനി ക്ലീനിങ് ഉണ്ട്. അതായത് നിലത്ത് പറ്റി പിടിക്കുന്ന പെയിൻറ്റുകളില്ലേ അത് പോക്കാനാണ് ഭയങ്കര പാട്. അത് ഞാൻ തന്നെ ചെയ്യേണ്ടി വരും. ഉമ്മനോട് പറഞ്ഞിരിക്കണ, പക്ഷെ നമുക്ക് തീരെ വയ്യ കേട്ടോ. അതുകൊണ്ട് ഒക്കെ ഞാൻ തന്നെയാണ്. എന്നിട്ട് വേണം ഒന്നായിട്ട് അടിച്ച് വാരി തൊടിക്കാൻ. അതിന് മുമ്പ് ഞാൻ ഇതാ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഉമ്മ ഓൾറെഡി കഴിച്ചിട്ടോ. പിന്നെ ഇപ്പോൾ സമയം 3 മണിയായിട്ടുണ്ട്. അപ്പോൾ അത് കയ്യിലെ പെയിൻറ്റ് പോക്കണമല്ലോ ഭക്ഷണം കഴിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഈ ഒരു ഭാഗമല്ലേ, ആ ഒരു ഭാഗം ഞാൻ പോക്കി. പക്ഷേ ഇവിടെ ഒന്നും പോയില്ല കേട്ടോ, ഞാൻ പോക്കിയില്ല. അതൊക്കെ ഇനി മണ്ണെണ്ണ എന്തെങ്കിലുമൊക്കെ ഇട്ട് പോക്കണം. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഭക്ഷണത്തിന് ഞാൻ പറഞ്ഞില്ലേ, ക്യാരറ്റ് ഉപ്പേരി ഉണ്ട്, പിന്നെ രാവിലത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു, പിന്നെ മീൻ പൊരിച്ചതും ഉണ്ട്. പിന്നെ ഉച്ചക്കലത്തെ ഫുഡൊക്കെ കഴിച്ചു ഒന്നവിടെ റിലാക്സ് ചെയ്തതിന് ശേഷം നേലൊക്കെ കണ്ടില്ലേ നന്നായിട്ട് പെയിൻറ്റ് പിടിച്ചെടുക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ ഒരുതി പോക്കണം. അപ്പോൾ കയ്യിലാണെങ്കിൽ ഒരു സാമഗ്രികളും ഇല്ല. അപ്പോൾ ഞാൻ കിച്ചണിൽ പോയി ഒന്ന് കത്തിയെടുത്തു. അതിനോട് കറക്റ്റ് ഇങ്ങോട്ട് കിട്ടുന്നില്ല കേട്ടോ. അത് കിട്ടാഞ്ഞിട്ട് പിന്നെ ഞാൻ കിച്ചണിൽ പോയിട്ട് തന്നെ ഞാൻ സ്ക്രബ്ബറില്ലേ അത് വെച്ചിട്ട് എനിക്കാണ് കുനിയാനും പറ്റുന്നില്ല. അപ്പോൾ കാല് വെച്ചിട്ട് ഇങ്ങനെ ഒരുതി കൊടുത്ത് അപ്പോൾ എല്ലാം പോയിട്ടോ. അപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞ് ഞാൻ ചാകെ പണിയാവുന്നു. അങ്ങനെ പിന്നെ ഞാനും ഉമ്മയൊക്കെ അതൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഉമ്മ കിച്ചണിൽ പോയി ചായ ഇട്ട് അങ്ങനെ അതൊന്ന് കുടിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നിലമൊക്കെ ഒന്ന് തുടച്ചെടുക്കാനാണ്. അപ്പോൾ മുകളിൽ ഏകദേശം പണിയൊക്കെ കഴിച്ചതാട്ടോ. പിന്നെ താഴേക്ക് അങ്ങനെ റെഡി ആക്കിയില്ലേനും. അപ്പം മുകളിൽ ഞാൻ ഒക്കെ തുടച്ചൊക്കെ വൃത്തിയാക്കിയിട്ടാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് കുളിക്കാം. നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞത് അവിടെ വന്നിരിക്കുകയാണ്. നമ്മളെ കൈമേലുള്ള പെയിൻറ്റ് പോകാൻ കുറച്ച് പണിയെടുത്തിട്ടാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞേരേ. ഞാൻ മണ്ണെണ്ണല്ലേ അതിട്ടിട്ടാട്ടോ പോക്കി കളഞ്ഞ്. അപ്പോൾ വേഗം പോയി, എന്നാലും കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഉമ്മ ഉണ്ടാവുന്ന കുളിക്കുന്നു. അപ്പം ഞാൻ അടിച്ച കുറച്ച് ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാളിലും ഫുൾ അടിച്ചിട്ടുണ്ട്. പിന്നെ സിറ്റ് ഔട്ടിൽ ആ ഫ്രണ്ട് ഏരിയയിൽ ആ ഒരു ഭാഗത്തെ പിന്നെ അടിച്ചിട്ടുള്ളൂ. ഞാൻ വിചാരിച്ചു പെയിൻ്റ് അടിച്ചാൽ ഇങ്ങനെ അറിയായിരിക്കുന്നു, പക്ഷെ അറിയണമൊന്നുമില്ല കേട്ടോ. ഓൾറെഡി ഇവിടെ വൈറ്റ് പെയിൻറ്റ് തന്നെ ആണ്. അതുകൊണ്ട് വല്ല അറിഞ്ഞിട്ടൊന്നുമില്ല. അടിക്കാത്ത ഭാഗം ഏതാ അടിച്ച ഭാഗം ഏതാണെന്നൊന്നും അറിഞ്ഞില്ല. അപ്പം ഇനി നോമ്പിനേക്ക് നന്നാക്കാത്തതെന്ന് കാരണം എന്ന് വെച്ചാൽ വീട്ടിൽ ഇനി കുറച്ച് പണിയൊക്കെ ഉണ്ട്. അപ്പം പെയിൻ്റ് ഇട്ടാൽ ശരിയാവില്ല. അപ്പോൾ അതുകൂടെ ഒക്കെ ഫുള്ള് കഴിഞ്ഞതിന് ശേഷം ഒറ്റ പെയിൻറ്റിങ് റെഡി ആവുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ വൈകി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നോമ്പൊക്കെ അല്ലേ, അപ്പം കുറച്ചൊരു വൃത്തിയും കാര്യം വേണ്ട വെച്ചിട്ട് അവർ കാണുന്ന ഭാഗം കുറച്ച് അടിച്ചത് കേട്ടോ. പെയിൻ്റ് അടിച്ച ഭാഗങ്ങൾ അപ്പോൾ പുറത്തും കുറച്ച് അടിച്ചിട്ടുണ്ട് കേട്ടോ. കിച്ചണിൻ്റെ ആ ഭാഗത്ത് അത് ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ വീഡിയോ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.